ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ കിച്ചൂസ് കുറുമ്പി. അപ്പോൾ ഇതാ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് 2 മീൻ കറിയുടെ റെസിപ്പിക്കായിട്ടാണ് കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത്. കൂടാതെ വീഡിയോസ് കണ്ടു പോകുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യുകയും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുകയും ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം കുറേ ദിവസമായിട്ടോ എടുത്ത് വെച്ചിട്ട് ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാൻ സമയമില്ലാത്തതുകൊണ്ട് അങ്ങനെ വൈകിപ്പോയതാണ്. അപ്പോൾ അയലമീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് കുറച്ച് പുളി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്, തേങ്ങ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്, ഉലുവ വറുത്ത് വെച്ചതാണ്, പിന്നെ മുരിങ്ങാക്കായ, പച്ചമുളക്, തക്കാളി എല്ലാം വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ മീൻ നന്നാക്കുന്നതിന് മുമ്പായിട്ട് ഞാനിതിൻ്റെ അരപ്പൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കുകയാണ്. ഈ ഒരു മൺചട്ടിയിലാണ് കേട്ടോ ഞാൻ മീൻ കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ തേങ്ങയും അതുപോലെ ചെറിയുള്ളിയും 1 സ്പൂണ് ഉലുവ 1 ടീസ്പൂൺ ഉലുവ വറുത്തതും കൂടെ ഇതിലേക്ക് ചേർത്ത് അരച്ചതാണ് കേട്ടോ ഇത്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ മല്ലിപ്പൊടി. ഇതൊക്കെ ഞാനൊരു കണക്കൊന്നും പറയുന്നില്ല, കാരണം നമുക്കറിയാമല്ലോ ഇപ്പോൾ എത്രയാണ് മീനുള്ളത് എന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് നമുക്കതൊക്കെ ചേർത്ത് കൊടുക്കാം. പിന്നെ ചേർക്കണത് നമ്മൾ പുളി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടല്ലോ, ഇതിലേക്ക് കുടംപുളി അല്ല ചേർക്കണം, വാളംപുളിയാട്ടോ ചേർക്കണേ. അതായിരിക്കും ഒന്നും കൂടെ ടേസ്റ്റ് ഉണ്ടാവുക. നമ്മൾ സാധാ അല്ലാണ്ട് തേങ്ങ അരക്കാണ്ട് വെക്കുമ്പോൾ അതിലേക്ക് എപ്പോഴും കുടംപുളി ഒന്നുകൂടെ ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു മീൻ കറിയിലേക്ക് കുടംപുളിയേക്കാൾ ടേസ്റ്റ് വരുന്നത് വാളംപുളിയാണ്. അപ്പോൾ അതിൻ്റെ വെള്ളം പിഴിഞ്ഞൊഴിച്ചു. പിന്നെ ഞാൻ മീനൊക്കെ കഷ്ണങ്ങളാക്കിയിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തു കേട്ടോ. അയില ആയതുകൊണ്ട് അയിലയുടെ തലയും കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ മുരിങ്ങക്കായ, പച്ചമുളക്, ഇഞ്ചി ഇതെല്ലാം ഇവിടെ അരിഞ്ഞു വെച്ചതായിരുന്നു കേട്ടോ. വെളുത്തുള്ളി ഇഞ്ചിയും ഈ ഒരു മീൻ കറിയിലേക്ക് നിർബന്ധമല്ല, വേണമെങ്കിൽ ചേർക്കാം. അപ്പോൾ ഞാൻ വെളുത്തുള്ളി ചേർത്തിട്ടില്ല, ഇഞ്ചി ചേർത്ത് കൊടുത്തു, പിന്നെ തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്തു. പിന്നെ നമ്മുടെ മിക്സിയുടെ ജാറ് കഴുകിയിട്ടുള്ള ആ ഒരു വെള്ളവും കൂടെ, എത്രത്തോളം കറി വേണം അത്രത്തോളം നമുക്ക് ആ ജാറൊന്ന് കഴുകിയിട്ടുള്ള വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇപ്പോൾ നമുക്ക് ഈ മീൻ കറി നോക്കുമ്പോഴും ഇങ്ങനെ ഒരു വെള്ള കളറായിട്ടാവും ഇരിക്കണം അല്ലേ. പക്ഷേ ഈ മീൻ കറി നമ്മൾ തിളച്ച് വരുമ്പോഴാണ് കറിയുടെ ആ ഒരു ടെക്സ്ചർ തന്നെ മാറി വരിക കേട്ടോ. അപ്പോൾ നമുക്കിനി ഇത് ആവശ്യത്തിന് കറി ഈ സമയത്ത് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് വേവിക്കാൻ വയ്ക്കാം. അപ്പോൾ നമ്മൾ കുറേ ദിവസം ആയിട്ടുണ്ടായിരുന്നു നമ്മൾ പുറത്ത് അടുപ്പിലൊക്കെ തീ പിടിപ്പിച്ചിട്ടില്ലേ. ഞാൻ പറഞ്ഞില്ല, ഇങ്ങനെ പോകാൻ തുടങ്ങിയതുകൊണ്ട് തന്നെ പുറത്ത് അടുപ്പിൽ തീ പിടിപ്പിച്ചിട്ട് കുറേ ആയി. അപ്പോൾ ഇന്ന് പുറത്ത് അടുപ്പിലാണ് തീ പിടിപ്പിക്കുന്നത് കേട്ടോ. കാരണം മൺചട്ടിയൊക്കെയാണ്, വലിയ മൺചട്ടിയിലാണ് കറി വയ്ക്കണത്. അപ്പോൾ അത് ഏറ്റവും നല്ലത് വിറകടുപ്പിൽ വെക്കാനാണ്. പിന്നെ ഇതിൻ്റെ ഈ ഒരു കറിയുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് മുരിങ്ങാക്കായൊക്കെ ഇടുമ്പോഴാണ് കേട്ടോ. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ അയലത്തല എടുത്തിട്ടുണ്ട്, അതിൻ്റെ അകത്ത സംഭവങ്ങളൊക്കെ കളഞ്ഞിട്ട് നല്ല ക്ലീൻ ആക്കിയിട്ടാട്ടോ ഇതും കൂടെ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഈ അയലത്തലയും കൂടി ഈ കറിയിൽ വരുമ്പോൾ ഒന്നും ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ കണ്ടല്ലോ, നമ്മൾ ആ മീൻ കറി വെച്ച സമയത്ത് എങ്ങനെയായിരുന്നു ഇരുന്നിട്ടുണ്ടായിരുന്നു, നല്ല വെള്ള കളറായിട്ടായിരുന്നു അല്ലേ. അപ്പോൾ ആ മീൻ കറിയൊക്കെ റെഡിയായി വന്നപ്പോൾ ആ കറിയുടെ ആകെ ടോട്ടലി ഒരു ചേഞ്ച് വന്നു അല്ലേ. നല്ലൊരു മണം വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് തിരുവനന്തപുരത്തെ ഒരു സ്പെഷ്യലാണ് കേട്ടോ ഈ ഒരു മീൻ കറി എന്ന് പറയുന്നത്. ഇതൊന്നുകൂടെ ടേസ്റ്റ് കപ്പേൻ്റെ കൂടെയാണ്. ചോറും കപ്പയും ഒക്കെ കഴിക്കാം കേട്ടോ, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇങ്ങനെ മീൻ കറി തയ്യാറാക്കി നോക്കാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ എന്തായാലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. പിന്നെ ആ ഉലുവയൊക്കെ ചേരുമ്പോൾ ആ ഒരു പ്രത്യേക സ്മെല്ലുണ്ടല്ലോ, അടിപൊളിയായിരുന്നു. ഇവിടെ കിച്ചുവിനും തത്തയ്ക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. കിച്ചുവിനും തത്തയ്ക്കെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഇതേപോലെ തന്നെ നമുക്ക് ഉണക്കമീനും കൂടെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ ഉണക്കമീനും കൂടെ ഉണ്ടാക്കിയെടുക്കുന്ന വീഡിയോയും കൂടെ ഞാനിതൊന്ന് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സെയിം മെത്തേഡ് തന്നെ, തേങ്ങ, ചെറിയുള്ളി, ഉലുവ വറുത്തതും കൂടെ കൂട്ടിയിട്ട് നമ്മൾ അരച്ചു. കുറച്ച് തളമീനാണ് ഉണക്കൽ വെള്ളത്തിൽ ഇട്ട് വെച്ചതാണ്. അതിലേക്ക് മുരിങ്ങക്കായ, പച്ചമുളക്, തക്കാളി, ഇഞ്ചി എല്ലാം ഇട്ടു. പിന്നെ മഞ്ഞൾപ്പൊടി, മുളകും പൊടി, മല്ലിപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും പുളിവെള്ളം ചേർത്ത് മിക്സാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ മീനും കൂടെ ഇട്ടിട്ട് എല്ലാം റെഡി ആക്കിയിട്ടാണ് നമ്മൾ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കണം കേട്ടോ. അല്ലാണ്ട് മീനൊന്നും ഇട്ടിട്ട് മീൻ തിളച്ച് വരുമ്പോൾ അരപ്പ് ഒഴിക്കുക അങ്ങനെയൊന്നല്ല, എല്ലാം ഒന്നിച്ചങ്ങോട്ട് വെച്ച് കൊടുക്കണം. അപ്പോൾ ഇത് ഞാൻ അവിടെ മറ്റേ മീൻ കറിയൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം പിറ്റേ ദിവസം ഞാൻ ഉണക്കമീൻ വെച്ച് കറി ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ നമ്മളിവിടേക്ക് ഒന്ന് ചാണകമൊക്കെ മെഴുകിയിട്ടുണ്ടായിരുന്നേ. ചാണകം മെഴുകിയിട്ട് ഞാൻ അലക്കാനും കുളിക്കാനൊക്കെ നിന്നപ്പോഴത്തേക്കും കോഴികളൊക്കെ അവിടെ അതിൻ്റെ മീതാകെ ചനക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. ചാണകം മെഴുകിയതൊക്കെ ആകെ ശരിയാക്കിയിട്ടുണ്ട്. പിന്നെ ഞാനത് ചൂലൊക്കെ വെച്ച് വീണ്ടും അവിടേക്കൊന്ന് ശരിയാക്കി കൊടുത്തു. അപ്പോൾ ഇതാ നമ്മൾ അപ്പോൾ നമ്മുടെ ഉണക്കമീൻ കറിയും വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ അടുപ്പ് ഇപ്പോൾ തിരിഞ്ഞ് നോക്കാതിരുന്നിട്ടാട്ടോ ഇങ്ങനെ ആയത്. വെയിലൊക്കെ തട്ടി ആകെ പൊളിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെറുതെ നമ്മൾ ചാണകം അങ്ങനെ വെള്ളത്തിൽ കലക്കിയിട്ട് അതിൻ്റെ മുകളിൽ കൂടി ഇങ്ങനെ ഒഴിച്ചു കൊടുത്താട്ടോ, അടുപ്പിൻ്റെ മുകളിൽ കൂടെ ഞാനിങ്ങനെ ഒഴിച്ചു കൊടുത്തു. ആ പൊടിയൊക്കെ ഒന്ന് ഒതുക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാട്ടോ. അപ്പോൾ നമുക്ക് ഉണക്കമീൻ വെച്ചിട്ടും ഇതുപോലെ ഇങ്ങനെ കറി തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ.
അപ്പോൾ കറിയൊക്കെ ആയപ്പോൾ പിന്നെ ഞാൻ കുറച്ച് തിളപ്പിക്കാൻ വെള്ളം വെച്ചതാണ് കേട്ടോ അവിടെ. അപ്പോൾ മീൻ കറിയൊക്കെ ഞാൻ ആട്ടി കൊണ്ടുവന്നു. ഈ 2 മീൻ കറി നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും പിന്നെ ഞാൻ എന്തെങ്കിലും ചായക്ക് ഇപ്പോൾ വീട്ടിലിരിക്കുന്ന ദിവസമാണ് ഈ വക പരിപാടികളൊക്കെ നോക്കല്. അതല്ലെങ്കിൽ പിന്നെ നമുക്ക് സമയം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഞാൻ കുറേ ദിവസമായി വിചാരിക്കണേ, പൂവട ഉണ്ടല്ലോ, ആവിയിൽ നമ്മളിങ്ങനെ കുഴക്കട്ട പോലെയൊക്കെ വേവിച്ചെടുക്കൂലേ, തേങ്ങയും ശർക്കരയൊക്കെ ഉള്ളി വെച്ചിട്ട്. അപ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഒരുപാടൊന്നും ഉണ്ടാക്കണില്ല കേട്ടോ, ഒരാൾക്ക് 2 വെച്ചെടുക്കാൻ കണക്കിനെ ഉണ്ടാക്കിയെടുക്കണുള്ളൂ. കാരണം ഒരുപാടായി കഴിഞ്ഞാൽ ബാലൻസ് വരും. അപ്പോൾ ഒരു 3-4 ടൈപ്പ് പൂവടയും ഉണ്ടാക്കിയെടുക്കും. പിന്നെ ഒരു ബോളായിട്ട് ഉണ്ടയായിട്ട് ഇങ്ങനെ അതിനകത്ത് കൊഴുക്കട്ട പോലെ അതിനകത്ത് അതൊക്കെ ഫില്ല് ചെയ്തിട്ട് അങ്ങനെ ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ കിച്ചുമോൾ വരാനാകുമ്പോഴത്തേക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് തേങ്ങയൊക്കെ ചിരകി വെച്ചിട്ടുണ്ട്. പിന്നെ ശർക്കര ഇങ്ങനെ കത്തി വെച്ചിട്ട് ഇങ്ങനെ എന്താ പറയുക അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ല പൊടിയായിട്ട് വരുമല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഉണ്ടാക്കിയെടുക്കട്ടെ കേട്ടോ ഞാൻ. അപ്പോൾ നമുക്കിപ്പോൾ ഡെയിലി അങ്ങനെ വീഡിയോസൊന്നും വിടാൻ വേണ്ടി പറ്റണില്ല കേട്ടോ. ചിലപ്പോൾ ആഴ്ചയിൽ 2-3 വീഡിയോസൊക്കെ ഇപ്പോൾ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പറ്റണുള്ളൂ. വന്നാൽ ഭയങ്കര ഓരോ വീട്ടിലെ കാര്യങ്ങൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്കതങ്ങനെ ഒരു എന്താ പറയുക ബുദ്ധിമുട്ട് വരും. എഡിറ്റ് ചെയ്യുന്നവർക്ക് അറിയാൻ വേണ്ടി പറ്റും എത്ര സമയം ഇതിന് ഇരിക്കണം എന്നുള്ളത്. പിന്നെ ഞാൻ വലിയ എഡിറ്ററൊന്നും അല്ല കേട്ടോ. അപ്പോൾ തട്ടിക്കൂട്ടി എങ്ങനെയൊക്കെയാണ് എഡിറ്റ് ചെയ്തിട്ട് അങ്ങോട്ട് വിടുന്നുള്ളൂ. നല്ല രീതിയിൽ എഡിറ്റ് ചെയ്യണവർക്ക് ചിലപ്പോൾ ഒരുപാട് സമയം വേണ്ടി വരും. നമുക്കങ്ങനെ അത്രത്തോളം നല്ല രീതിയിൽ എഡിറ്റ് ചെയ്യണമെന്ന് അറിയില്ല. അപ്പോൾ അത് കുറച്ച് സമയം തന്നെ ആകെ വരുന്നുള്ളൂ. പിന്നെ ഞാൻ ഈ ഗോതമ്പ് പൊടി ഒന്ന് അരിച്ചത് എന്താണെന്നറിയോ, നമ്മളിവിടെ കുറച്ച് ഗോതമ്പ് പൊടിയായിട്ടിരുന്നത് ഞാൻ എപ്പോഴും ഇങ്ങനെ നമ്മൾ എന്തെങ്കിലും ചപ്പാത്തി ഉണ്ടാക്കാനാണെങ്കിലൊക്കെ എടുക്കുന്ന സമയത്തൊന്ന് അരിച്ചിട്ടാണ് എടുക്കുക കേട്ടോ. അങ്ങനെ എടുക്കുന്നതുകൊണ്ടൊരു ഉപയോഗം ഉണ്ടായെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം ഇങ്ങനെ പൊടി എടുത്തപ്പോൾ അതിൽ പുഴു ഉണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ ആ പൊടിയൊക്കെ കൊണ്ട് കളയേണ്ടി വന്നു കേട്ടോ. അത് നമ്മളിവിടെ പൊടിപ്പിച്ച പൊടിയല്ല, റേഷൻ കടയിൽ നിന്ന് നമ്മൾ അതിൻ്റെ കൂടെ കിട്ടുന്ന ആട്ടപ്പൊടിയില്ലേ, അതായിരുന്നു കേട്ടോ അതിലിരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ എപ്പോഴും ഇങ്ങനെ ഒന്നും കൂടെ ശ്രദ്ധിക്കും ഉണ്ടോയെന്നുള്ളത്. കാരണം പൊടി പുറമേക്ക് ഒരു കംപ്ലൈൻറ്റും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, നല്ല പൊടിയായിരുന്നു. ജസ്റ്റ് നമ്മൾ അരിച്ച സമയത്താണ് ലാസ്റ്റ് അതിലിങ്ങനെ പുഴിങ്ങനെ കണ്ടത്. അപ്പോൾ പിന്നെ അതെല്ലാം നമ്മൾ പശുവിൻ്റെ വെള്ളത്തിൽ വിടാൻ പറ്റാത്തൊരവസ്ഥയാണ് പുഴു. എന്നിട്ട് പിന്നെ പുറത്ത് ഒരു പറമ്പിൽ അപ്പുറത്ത് വീട്ടിലാവുമ്പോൾ അവിടെ പറമ്പിൽ കൊണ്ടുപോയി തട്ടാൻ പറഞ്ഞിട്ട് അവിടെ കൊണ്ടുപോയി കളയുക ചെയ്തത് കേട്ടോ. അല്ലാതെ എന്താ ചെയ്യുക. പിന്നെ അപ്പോൾ ഒന്നും കൂടി നിങ്ങളൊക്കെ വീട്ടിൽ ഗോതമ്പ് പൊടി ഇങ്ങനെ ഉള്ളവരാണെങ്കിൽ ശ്രദ്ധിച്ചോളൂ. നമ്മൾ ചിലപ്പോൾ അരിച്ച് ഒക്കെ റെഡിയാക്കി വെച്ചതാണെങ്കിലും എങ്ങനെയാണ് അതിലിങ്ങനെ വരണമെന്ന് അറിയില്ല. അപ്പോൾ എല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. കാരണം പുറമേക്കൊന്നും കാണാനില്ല, നമ്മൾ നോക്കുമ്പോഴൊന്നുമില്ല. അപ്പോൾ ഓക്കെ, ഞാൻ പൂവട ഇതുപോലെ ഒരു 3-4 ഉണ്ടാക്കുന്നുണ്ട്. ബാക്കി ഇങ്ങനെ കുഴക്കട്ട പോലെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ ഉണ്ടാക്കിയെടുക്കുക. എന്നിട്ട് ആവിയിൽ വേവിച്ചെടുക്കുകയാണ് കേട്ടോ. ആദ്യം വിചാരിച്ചു ഞാൻ ഈ ഇലയുടെ ആക്കി ഉണ്ടാക്കാം. അപ്പോൾ നല്ല ഇലയൊന്നും ഇപ്പോൾ ഇല്ല, വെയിലൊക്കെ ആയതുകൊണ്ട് ഇലകളൊക്കെ കുറവാണല്ലേ. വാഴേൻ്റെ ഇല നമ്മളെ പറമ്പിലും ഇല്ല കേട്ടോ, നമുക്കങ്ങനെ വാഴയൊന്നും ഇല്ല. അപ്പുറത്തെ വീട്ടിലെ പറമ്പിൽ നിന്നാണ് ഞാൻ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ വാഴേൻ്റെ ഇല വെട്ടിക്കൊണ്ടുവരുന്നത്. അപ്പോൾ അവിടെയും വാഴേൻ്റെ ഇല നോക്കുമ്പോൾ ഇല്ല. അപ്പോൾ പിന്നെ ഇലയിൽ പറ്റണില്ല. അപ്പോൾ ഞാൻ കയ്യിലിങ്ങനെ വെച്ചിട്ട് പരത്തിയിട്ട് അതിനകത്തേക്ക് ഇങ്ങനെ ഫില്ല് ചെയ്തിട്ട് ആക്കിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ റെഡിയാക്കി നിൽക്കുന്നതിൻ്റെ ഇടയിൽ കിച്ചുമോളും വന്നു കേട്ടോ. കിച്ചുമോൾ വരുന്നതിൻ്റെ ഇടയ്ക്ക് ഒക്കെ റെഡിയാക്കണം എന്ന് വിചാരിച്ചാണ്. അപ്പോൾ കിച്ചുമോളും വന്നപ്പോൾ വന്നു കഴിഞ്ഞാൽ പിന്നെ അടുക്കളയിൽ വന്നു കഴിഞ്ഞാൽ എന്നെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ സ്കൂളിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കുറേ നേരം പറയും കേട്ടോ. അപ്പോൾ സ്കൂളിലെ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് എക്സാമൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു എക്സാം കഴിഞ്ഞു. അപ്പോൾ സ്കൂളിലെ വിശേഷങ്ങൾ ഇങ്ങനെ പറയണേ. അപ്പോൾ ഞാൻ പറയണേ ഈ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നാൽ ഞാൻ ഉണ്ടാക്കുന്ന പൂവട കറക്റ്റ് ആവില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഒന്നിങ്ങനെ അകത്ത് ഞാൻ ശർക്കരയും തേങ്ങയൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ അതിങ്ങനെ പൊട്ടി. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ഭർത്താവിനെ ശ്രദ്ധിച്ചുകൊണ്ട് നിന്നിട്ടാണ് ഇത് ശരിയാവാതിരുന്നത്, ഇത്രയും നേരം ഒരു കുഴപ്പമുണ്ടെന്നില്ല അതൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ അവൾ ഏതായാലും കുളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഇതൊന്ന് ആവി കയറുമ്പോഴത്തേക്കും റെഡി ആവുമല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ പെട്ടെന്ന് റെഡിയാക്കി എടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് അറിയിക്കാനൊന്നും മറന്നു പോകരുത്. വീണ്ടും പറയുകയാണ്, ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ വിശേഷങ്ങളുമായിട്ട് കാണുന്നവരെല്ലാ കൂട്ടുകാർക്കും ടാറ്റാ ബൈ ബൈ, സീ യു, താങ്ക്സ് ഫോർ വാച്ചിങ്.